മഹാരാഷ്ട്രയിലുള്ള മനോഹരമായ ഒരു മലമ്പ്രദേശമാണ് മാതേരൻ. പ്രകൃതി ഭംഗി കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ഹിൽ സ്റ്റേഷൻ പതിറ്റാണ്ടുകളായി ഇവിടെ നടക്കുന്ന ദുരൂഹമായ സംഭവങ്ങളാലും കൊടൂരമായ കൊലപാതകങ്ങളാലും കുപ്രസിദ്ധമാണ്. അത്തരത്തിൽ 2021 അവിടെ നടന്ന ഒരു കൊലപാതകവും തുടർന്ന് പോലീസ് അതിവിദഗ്ധമായി എങ്ങനെയാണ് ആ കൊലയാളിയെ കണ്ടെത്തിയത് എന്നതിനെ പറ്റിയുള്ള ഒരു ത്രില്ലിംഗ് സോൾവ്ഡ് കേസാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ഡിസംബർ 11 എല്ലാ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർ എത്താറുള്ള മാതേരനിൽ അന്ന് വൈകിട്ട് ഒരു കപ്പിൾസും എത്തിച്ചേർന്നു. അവിടെ മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് ആ കപ്പിൾ അന്ന് രാത്രിയോടെ അവിടെയുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തു. അതുവരെയും കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. അതിന്റെ അടുത്ത ദിവസം, അതായത് 2021 ഡിസംബർ 12 രാവിലെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ എടുക്കാനായി ലോഡ്ജിലെ വെയിറ്റർ അവിടെ റൂമിന്റെ വാതിൽ തട്ടി. എന്നാൽ അകത്തു നിന്നും യാതൊരു റെസ്പോൺസും ഇല്ലാത്തതിനാൽ അവർ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി വെയിറ്റർ തിരിച്ചുപോയി. അതിനുശേഷം 9 മണിക്ക് വീണ്ടും ആ വെയിറ്റർ ആ റൂമിന്റെ വാതിൽ തട്ടി. അപ്പോഴും യാതൊരു അനക്കവുമില്ല. സംശയം തോന്നിയ വെയിറ്റർ ഈ കാര്യം മാനേജറിനെ അറിയിച്ചെങ്കിലും അവർ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി മാനേജർ അത് കാര്യമായി എടുത്തില്ല. എന്നാൽ 11 മണി കഴിഞ്ഞിട്ടും അവരുടെ റെസ്പോൺസ് ഇല്ലാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ മാനേജറും വെയിറ്ററും കൂടി മാസ്റ്റർ കീ ഉപയോഗിച്ച് ആ റൂമിന്റെ വാതിൽ തുറന്നു. പക്ഷേ റൂമിനുള്ളിൽ ആ കപ്പിളില്ല. മാത്രമല്ല അവരുടെ സാധനങ്ങളുമില്ല. അതിനുശേഷം റൂമിനുള്ളിലെ ബാത്റൂമിന്റെ വാതിൽ തുറന്ന മാനേജർ കണ്ടത് തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ സ്ത്രീയുടെ നഗ്നമായ ഡെഡ് ബോഡിയാണ്. കൊടൂരമായ മറ്റൊരു കാര്യമെന്തെന്നാൽ ആ ഡെഡ് ബോഡിക്ക് തലയുണ്ടായിരുന്നില്ല. കൊടൂരമായ ആ കാഴ്ച കണ്ടുപോയെന്ന അവർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. ഒട്ടും സമയം കളയാതെ സബ് ഇൻസ്പെക്ടർ സഞ്ജയ് ബാങ്കർ സംഘവും ആ ലോഡ്ജിലെത്തി. ക്രൈം സീനിലെത്തിയ ഇൻസ്പെക്ടർ ആദ്യം ശ്രദ്ധിച്ചത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ കയ്യിലെ ഒരു മുറിവാണ്. കയ്യിലെ കുറച്ചു ഭാഗത്തെ തൊലി ചെത്തിമാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ ലക്ഷ്യം കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്നും അവർക്കൊപ്പം റൂമെടുത്ത ആ പുരുഷൻ ആരാണെന്നും കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ പോലീസ് ആ ലോഡ്ജിലെ ചെക്ക് ഇൻ രജിസ്റ്റർ പരിശോധിച്ചു. അതൊരു ലോഡ്ജ് ആയതുകൊണ്ട് റിസപ്ഷനിൽ ആ കപ്പിൾസിന്റെ ID പ്രൂഫ് കാണുമെന്നും അതുവഴി ആ കപ്പിൾസിനെ തിരിച്ചറിയാമെന്നുമാണ് പോലീസ് കരുതിയത്. ആ സമയത്താണ് നിയമവിരുദ്ധമായി ID പ്രൂഫ് വാങ്ങാതെയാണ് ആ ലോഡ്ജിൽ റൂം നൽകുന്നതെന്നും ആയതിനാൽ ആ കപ്പിൾസിന്റെ ഐഡിയും ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന സത്യം ലോഡ്ജ് ജീവനക്കാർ വെളിപ്പെടുത്തിയത്. ലോഡ്ജ് ജീവനക്കാരുടെ അനാസ്ഥ മൂലം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് ആ ലോഡ്ജിൽ CCTV ക്യാമറാസും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോഡ്ജിലെ ചെക്ക് ഇൻ രജിസ്റ്ററിൽ ആ കപ്പിൾസിന്റെ പേരും അഡ്രസ്സും അവർ രേഖപ്പെടുത്തിയിരുന്നു. അംജദ് ഖാൻ, റുബീന ബേഗം എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ജഡത്തിൽ തലയില്ലാതിരുന്നതും ലോഡ്ജിൽ അവരുടെ ID പ്രൂഫ് ഇല്ലാത്തതും കണക്കിലെടുത്താൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കൂടെ റൂമെടുത്ത ആൾക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കാം. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കയ്യിലുള്ള മുറിവ് ഒരുപക്ഷെ ആ സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാറ്റു കയ്യിൽ നിന്ന് ചെത്തി മാറ്റിയതാവാമെന്നും പോലീസ് ഊഹിച്ചു. അങ്ങനെയാണെങ്കിൽ ചെക്ക് ഇൻ രജിസ്റ്ററിൽ ആ കപ്പിൾസ് നൽകിയ പേരും അഡ്രസ്സും ഫേക്ക് ആയിരിക്കാമെന്നും പോലീസ് ഊഹിച്ചു. കൂടുതൽ അന്വേഷണത്തിൽ പോലീസ് കരുതിയ പോലെ തന്നെ അവർ നൽകിയ പേരും അഡ്രസ്സും ഫേക്ക് ആയിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അവരുടെ ഫോട്ടോസ് ഇല്ല, പേരറിയില്ല, ഒരു തെളിവ് പോലുമില്ലാതെ അന്വേഷണം വഴിമുട്ടി. അങ്ങനെ സബ് ഇൻസ്പെക്ടർ സഞ്ജയ് ബാങ്കർ 10 സെർച്ച് ടീംസ് ഉണ്ടാക്കി മാതേരനിലെ കാടുകളും താഴ്വരകളും അരിച്ചുപെറുക്കി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ തലയോ വസ്ത്രങ്ങളോ അങ്ങനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത പലതരം സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലേഡീസ് ഹാൻഡ് ബാഗ് ഓഫീസർ സഞ്ജയ് ബാങ്കർ ശ്രദ്ധിച്ചു. ആ ബാഗ് പരിശോധിച്ചപ്പോൾ ഗോരഗാവിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ വിസിറ്റിംഗ് കാർഡ് പോലീസ് കണ്ടെത്തി. ആ ബാഗ് കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണെന്ന് തെളിവില്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസ് ഓഫീസറിന്റെ ഇൻഡ്യൂഷന് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ സഞ്ജയ് ബാങ്കർ സംഘവും ആ ഹോസ്പിറ്റലിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പ്രായം 20കളിലുള്ള ഒരു സ്ത്രീയെപ്പറ്റി മിസ്സിംഗ് പേഴ്സൺ കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ബാങ്കർ നഗർ പോലീസ് സ്റ്റേഷനിൽ 26 വയസ്സുള്ള പൂനംപാൽ എന്ന സ്ത്രീ മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് അവളുടെ മാതാപിതാക്കൾ 2 ദിവസം മുൻപ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് സഞ്ജയ് ബാങ്കർ മനസ്സിലാക്കി.
ഒരു നഴ്സിംഗ് സ്റ്റുഡന്റായ പൂനം രാംസലോചൻ പാൽ എന്നയാളുമായി 2021 മെയ്യിലാണ് വിവാഹിതയായത്. സോ അവർ നവദമ്പതികളാണ്. സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞു. ഇതിനിടയിൽ പോലീസിന് മറ്റൊരു പ്രധാന തെളിവ് കൂടി കിട്ടി. മാതേറിന്റെ എൻട്രി പോയിന്റായ ദസ്തൂരി നാഗയിൽ ഡിസംബർ 11-ാം തീയതി പൂനം പാലും രാംസലോചൻ പാലും മാതേറിലേക്ക് കടക്കാനായി ടിക്കറ്റ് എടുക്കുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ CCTV ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്. കൊറോണ വൈറസ് ഭീതിയിൽ അന്നെല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും CCTVയിൽ കാണുന്ന കപ്പിൾസ് പൂനം പാലും രാംസലോചൻ പാലും തന്നെയാണെന്ന് പോലീസ് പൂനത്തിന്റെ മാതാപിതാക്കളെ കാണിച്ച് ഉറപ്പുവരുത്തി. ഉടൻ തന്നെ പോലീസ് പൻവേലിലെ ഖാണ്ട കോളനിയിലുള്ള രാംസലോചൻ പാലിന്റെ വീട്ടിലെത്തി. 30 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് രാംസലോചൻ പാൽ. ബേലാപൂരിലുള്ള ഒരു IT കമ്പനിയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. പോലീസ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കുറച്ചു ദിവസം മുൻപ് താൻ മാതേറിൽ പോയിരുന്നെന്നും പക്ഷേ ഭാര്യയുടെ കൂടെയല്ല പോയത്, അതൊരു വർക്ക് ട്രിപ്പ് ആയിരുന്നെന്നും രാംസലോചൻ പാൽ പറഞ്ഞു. എന്നാൽ പോലീസിന്റെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉയർന്നപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയെ താൻ കൊന്നുവെന്ന് അയാൾ കുറ്റസമ്മതം നടത്തി. കൊലപാതകത്തിന്റെ കാരണം കേട്ടപ്പോൾ പോലീസ് അമ്പരന്നുപോയി. പൂനത്തിന്റെ ഫ്രണ്ട്സ് പോലും കരുതിയിരുന്നത് അവർ നല്ല ലവിംഗ് കപ്പിളായിരുന്നു എന്നാണ്. പൂനത്തിനും രാംസലോചൻ പാലിനെ വളരെ ഇഷ്ടമായിരുന്നു. അവൾ കരുതിയിരുന്നത് രാംസലോചൻ പാൽ കാര്യങ്ങളെല്ലാം വളരെ കൂളായി എടുക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ട്ണർ ആയിരുന്നു എന്നാണ്. അങ്ങനെ വിവാഹത്തിന് ശേഷം രാംസലോചൻ പാൽ പൂനത്തിനോട് അവളുടെ പാസ്റ്റ് റിലേഷൻഷിപ്സിനെ പറ്റി ചോദിച്ചു. തന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് കരുതി പൂനം തന്റെ പാസ്റ്റ് റിലേഷൻഷിപ്സിനെ പറ്റി പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല എന്ന മട്ടിൽ അതെല്ലാം കൂളായി കേട്ടുകൊണ്ടിരുന്ന രാംസലോചൻ പാലിന്റെ മനസ്സിൽ ശരിക്കും അവളോട് വെറുപ്പും അസൂയയും സംശയവും വളർന്നു. ഒടുവിൽ അയാൾ അവളെ കൊലപ്പെടുത്തി. ഒരു പ്രീ പ്ലാൻഡ് മർഡർ. മാസങ്ങൾക്ക് മുൻപ് തന്നെ രാംസലോചൻ പാൽ പലതവണ മാതേരൻ വിസിറ്റ് ചെയ്ത് ID പ്രൂഫ് വാങ്ങാതെ റൂം നൽകുന്ന ഒരു ലോഡ്ജ് കണ്ടെത്തി. അതിനുശേഷം ഡിസംബറിൽ അയാൾ തന്റെ ഭാര്യയുമൊത്ത് അവിടേക്ക് ട്രിപ്പ് പോയി. പ്ലാസ്റ്റിക് ബാഗും കത്തിയും അയാൾ കയ്യിൽ കരുതിയിരുന്നു. അർദ്ധരാത്രിയിൽ അയാൾ അവളെ കൊലപ്പെടുത്തി. തല വെട്ടിമാറ്റി കയ്യിലെ ടാറ്റൂവും ചെത്തിക്കളഞ്ഞു. ആളെ തിരിച്ചറിയാതിരിക്കാനായി അവളുടെ തുണിയും ഊരിമാറ്റി. ഒടുവിൽ പൂനത്തിന്റെ മുറിച്ചെടുത്ത തല പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് മാതേറിലെ കാടിനുള്ളിൽ എവിടെയാണ് ഉപേക്ഷിച്ചതെന്നും അയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും നടക്കുകയാണ്. പൂനത്തിനും കുടുംബത്തിനും നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.